ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാധികയും വരുണും സന്തോഷമായി ജീവിക്കണമെങ്കിൽ പ്രിയങ്കയിൽ നിന്ന് ഒരകലം പാലിച്ചേ പറ്റൂ. അതൊന്ന് ഓർമ്മിപ്പിക്കാനാ ഞാനിപ്പോ വിളിച്ചത്. മാഡം, തൽക്കാലം വേറൊന്നും കേൾക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. യോ, അങ്ങനെയൊന്നും പറയല്ലേ മോനെ. അവൾക്ക് സുഖമില്ലാത്തോണ്ടല്ലേ. ഓർമ്മ വീണപ്പോ എല്ലാത്തിനും കൂട്ടു നിൽക്കാന്ന് അവള് പറഞ്ഞതല്ലേ. മോനൊന്ന് ക്ഷമിക്ക്. നമുക്ക് തിരിച്ച് ഡോക്ടറെ അടുത്തേക്ക് പോകാം. എത്രയും പെട്ടെന്ന് അവൾക്ക് സുഖമാവട്ടെ. മോൻ പ്രിയങ്കമ്മോൾക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി. അത് എന്റെ മോളോടുള്ള സ്നേഹമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്ത് ചെയ്യാനാ, ഇവളുടെ അവസ്ഥ ഇങ്ങനെയായി പോയില്ലേ. സാരമില്ല, പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്കല്ലേ. ഡോക്ടറെ കണ്ട കാര്യങ്ങൾ പറയും, ട്രീറ്റ്മെന്റ് നടക്കട്ടെ. മോനെ, ഞങ്ങള് വണ്ടിയിലിരിക്കാം. ഇവിടെ ഇങ്ങനെ നിന്നാ കൊച്ചിന് എന്തെങ്കിലും വന്നാലോ. പോമളെ. മണ്ടന്മാര് പറഞ്ഞതൊക്കെ വിശ്വസിച്ചു. അതെ, ഇവന്മാരൊക്കെ എല്ലാരെയും പേടിപ്പിക്കുന്നവരാ മുത്തശ്ശി. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഇവന്മാർക്ക് നല്ല പേടിയുണ്ട്. പിന്നെ അങ്ങോട്ട് പോയി നിൽക്കാം. ഓക്കെ. അച്ഛാ, ഞാൻ വാക്കൊന്നും തരുന്നില്ല. തന്നുപോയ വാക്ക് പിഴച്ചു പോയതിന്റെ സങ്കടത്തിലാ ഞാൻ നിൽക്കുന്നേ. ആരതി വർമ്മ കോടതിയിൽ പറഞ്ഞതിനൊക്കെ ഞാൻ കൃത്യമായി മറുപടി കൊടുത്തിരിക്കും. ഒന്ന് വണ്ടി കയറ്. സർ, എന്ത് ചെയ്യാനടാ, തിരിച്ചുകൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യ്. അവളാ ഇനി നമ്മുടെ രക്ഷക. ഹലോ മാഡം, അല്ല ചേച്ചി. ഹലോ രാധികെ, എന്തു പറ്റി? ശബ്ദത്തിന് വല്ലാത്തൊരു ഗൗരവം. രാധിക ഇപ്പൊ എന്ത് ചെയ്യുവാ? ഞാൻ ഇവിടെ കണിമംഗലത്തുണ്ട്. സത്യത്തില് ഞാനും തന്നെ വിളിക്കാനിരുന്ന. രാവിലെ ഞാൻ വരുണോട് പറഞ്ഞിരുന്നു. രാധികെ, ഞാനിപ്പോ വിളിച്ചത് വളരെ ഗൗരവമുള്ള ഒരു കാര്യം പറയാനാ. എന്താ അത്? ഇപ്പോ ഞാനത് പറഞ്ഞെങ്കിലും കുറച്ച് കഴിയുമ്പോ ഒരു ഞെട്ടലോടെ നിനക്കത് ഉൾക്കൊള്ളേണ്ടി വരും. ഇതെന്താ ഇപ്പൊ ഇങ്ങനൊക്കെ പറഞ്ഞു പേടിപ്പിക്കുന്ന? മരിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാള് ജീവനോടെ കൺമുന്നിൽ വന്നു നിന്ന രാധിക ഞെട്ടില്ലേ? അത് പിന്നെ ആരാ ഞെട്ടാത്ത? ഇത് വല്ലാത്തൊരു ചോദ്യമായി പോയല്ലോ. എങ്കി അങ്ങനെ ഒരു ഞെട്ടലിന് തയ്യാറായിക്കോ. മരിച്ചുപോയെന്ന് നീ കരുതുന്ന ഒരാള് അധികം താമസിയാതെ നിന്റെ മുന്നിലെത്തും. സാധാരണ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോ ധൈര്യം പറഞ്ഞു തരാറാണല്ലോ പതിവ്. ഇത് എന്തു പറ്റി? എന്നെ കളിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പേടിപ്പിക്കുന്ന കാര്യമായിട്ട് ഇറങ്ങിയതാണോ? പ്രിയങ്ക മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട്. എന്താ എന്താ പറഞ്ഞ?
പ്രിയങ്ക മരിച്ചിട്ടില്ല രാധിക. അവൾ ജീവിച്ചിരിപ്പുണ്ട്. മാഡം വെറുതെ പെച്ചുമ്പയും പറയാതെ. വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും, പക്ഷെ വിശ്വസിച്ചേ പറ്റൂ. പ്രിയങ്ക ജീവിച്ചിരിക്കുന്ന കാര്യം നമുക്കൊന്നും അറിയില്ലെങ്കിലും അറിയാവുന്ന ചിലരുണ്ട്. മാഡം, രാധികെ, എന്തായാലും അവള് ജീവിച്ചിരിപ്പുണ്ടല്ലോ. എനിക്ക് അവളൊന്ന് കാണണം. എന്തായാലും അവൾ ഒരു നാൾ എല്ലാവരുടെയും മുന്നിൽ വരും. അച്ഛനമ്മമാരുടെയും രാധികയുടെയും കണിമംഗലത്തുള്ള എല്ലാവരുടെയും മുൻപില്. പണ്ടത്തെ കടപ്പാടിന്റെ പേരില് അബദ്ധം കാണിക്കാൻ നിന്ന കൈവിട്ടു പോകുന്നത് രാധികയുടെ ജീവിതമായിരിക്കും. മാഡം, നിയമപരമായി വരുണിന്റെ ഭാര്യ പ്രിയങ്കയാണ്. അവൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്. മുൻപ് വരുണിനെയും പ്രിയങ്കയും ഒന്നിപ്പിക്കാൻ ശ്രമിച്ചതുപോലെ അവള് തിരിച്ചു വരുമ്പോ അതുപോലൊന്നും ശ്രമിക്കരുത്. രാധികയും വരുണും സന്തോഷമായി ജീവിക്കണമെങ്കിൽ പ്രിയങ്കയിൽ നിന്ന് ഒരകലം പാലിച്ചേ പറ്റൂ. അതൊന്ന് ഓർമ്മിപ്പിക്കാനാ ഞാനിപ്പോ വിളിച്ചത്. മാഡം, തൽക്കാലം വേറൊന്നും കേൾക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. പ്രിയങ്ക ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുന്ന ചെറിയ കാര്യമാണോ?